ക്രിമിനലുകൾ കുരുങ്ങിയോ എന്നുള്ളതാണ് ചോദ്യം. അർജുൻ ആയങ്കിയുടെ ഏറ്റവും ഒടുവിലത്തെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണം 1,29,000 അല്ലേ, 129K ആണ്. അത് 80Kയിൽ നിന്നാണ് 129Kയിലേക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കുതിച്ചു ചാടിയത്. ആ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ന് TG മോഹൻദാസിൻ്റെ അറസ്റ്റ് 11ാമത്തെ ദിവസം നടന്നത് ആയങ്കിയുടെ അറസ്റ്റ് നടന്നതുകൊണ്ടാണ്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 ദിവസവും TG മോഹൻദാസിനെതിരെ അറസ്റ്റ് ചെയ്യേണ്ടാത്ത പോലീസിന് വളരെ പെട്ടെന്ന് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം ആയങ്കിയെ പിടിച്ച് അകത്തിട്ടു. സ്വാഭാവികമായ ചോദ്യം വരും, ആയങ്കിയാണോ TG മോഹൻദാസ് ആണോ സമൂഹത്തിൽ ഏറ്റവും വിഷലിപ്തമായ ജീവി എന്നൊരു കമ്പാരിസൺ ചോദ്യം വരും. അവിടെയാണ് അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പൊതുബോധത്തിൽ ചില ഭാഗങ്ങളൊക്കെ ശരിയാണ്, എന്നാൽ ചില ഭാഗങ്ങൾ പർവ്വതീകരിച്ചതുമാണ്. അർജുൻ ആയങ്കിയെ ഒട്ടും ന്യായീകരിക്കുന്നയാളല്ല ഞാൻ. കാരണം അയാൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പ്രതിയായ നിമിഷം മുതൽ പാർട്ടിയുമായോ DYFIയുമായോ ഒരു ബന്ധവുമില്ല. 3 കാര്യങ്ങൾ ഫാക്ച്വലായി പറയട്ടെ. 1, അർജുൻ ആയങ്കി CPMൻ്റെ ഒരു ഔദ്യോഗിക മെമ്പർ ആയിരുന്നില്ല. 2, CPMൻ്റെ ഒരു അനുഭാവ ഗ്രൂപ്പുകളിലും അർജുൻ ആയങ്കി ഉണ്ടായിരുന്നില്ല. DYFIയുടെ അഴീക്കൽ മേഖലാ കമ്മിറ്റിയിലെ ഒരു സാധാരണ അംഗം മാത്രമായിരുന്നു 2021 വരെ മാത്രം. അതിനുശേഷം ഈ സ്വർണം പൊട്ടിക്കൽ കേസ് വരുന്നതോടുകൂടി പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന്, അതായത് സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് അർജുൻ ആയങ്കിയെ മാറ്റി നിർത്തുന്നു, പുറത്താക്കുന്നു, സംഘടനയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അതിനുശേഷം അർജുൻ ആയങ്കി CPMൻ്റെയോ DYFIയുടെയോ ഏതെങ്കിലും പാർട്ടി ഫോറങ്ങളിൽ വന്നിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള ചുമതലകൾ വഹിച്ചിട്ടുമില്ല. ഇതാണ് ഒരു ഫാക്ട്. രണ്ടാമത്തെ കാര്യം, അർജുൻ ആയങ്കി ഏറ്റവും കൂടുതൽ കേസ് നേരിട്ടത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. 2023 വരെ ആകുമ്പോഴേക്കും പല കേസുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 കേസുകളാണ് അർജുൻ ആയങ്കിക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. അതായത് UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 4 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കോതമംഗലം കേസ് മുതൽ ഇങ്ങോട്ട് അർജുൻ ആയങ്കി സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അത് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കാൻ തയ്യാറാകണം എന്നാണ് അർജുൻ ആയങ്കി പറയുന്നത്. കോതമംഗലത്തെ കേസ് എന്താ? കോതമംഗലത്തെ കേസിൽ അർജുൻ ആയങ്കി പറയുന്നത്, കോതമംഗലത്ത് ഒരു സുഹൃത്തിൻ്റെ പിറന്നാൾ ആഘോഷത്തിന് പോകുമ്പോൾ അവിടേക്ക് പോലീസ് കടന്നു വന്ന് തങ്ങളെ പിടിച്ചുകൊണ്ട് പോയി സംഘടിത കുറ്റകൃത്യത്തിന് കേസെടുത്തു എന്നാണ്. പക്ഷേ എന്താണ് കേസ് എന്നതിൽ വ്യക്തമായി പറയുന്നില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട് വരുമ്പോഴാണ് ആ CI പ്രശാന്തനെതിരെ അർജുൻ ആയങ്കി ഒരു പോസ്റ്റ് ഇടുന്നത്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റ്. തുടർന്ന് ആ കേസ് അന്വേഷിച്ച് ഊന്നുകൽ CI ആദർശിനെതിരെയും അസഭ്യവർഷങ്ങൾ നിറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ 2 കേസുകളായി മാറുന്നു. പിന്നീട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു പോസ്റ്റ് ഇടുന്നു. അപ്പം അതും 3ാമത്തെ കേസിൻ്റെ കാരണമാകുന്നു. മുഖ്യമന്ത്രിയെ വിമർശിച്ചു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കളിയാക്കി എന്ന മട്ടിലൊരു കേസ് വരുന്നു. അത് 4ാമത്തെ കേസാകുന്നു. ഇത്രയുമാണ് കേസുകളുള്ളത്. നിങ്ങൾ അർജുൻ ആയങ്കിയുടെ പേരിൽ ഇപ്പോൾ ചാർത്തപ്പെട്ട കേസും മറുഭാഗത്ത് TG മോഹൻദാസിൻ്റെ പേരിൽ ചാർത്തപ്പെട്ട കേസും തമ്മിൽ ഒന്ന് തുലനം ചെയ്തു നോക്കൂ. ഏതാണ് ഏറ്റവും അപകടകരമെന്ന് നിങ്ങൾക്ക് തോന്നുക? ഏറ്റവും അപകടകരം എന്താണ്? TG മോഹൻദാസിൻ്റെ പേരിലുള്ള ഇപ്പോൾ നിലവിൽ ചാർത്തപ്പെട്ടിരിക്കുന്നത് BNS 192, BNS 353, KP Act 120, അതേപോലെ IT Act 66 എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ മാധു പറഞ്ഞതുപോലെ ഇതിലും ഗുരുതരമായൊരു കാര്യം ഈ TG മോഹൻദാസ് പറഞ്ഞിട്ടുണ്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവരും മതേതരവാദികളായിട്ടുള്ള മനുഷ്യരും പ്രതിഷേധിക്കുന്ന പെൺകുട്ടികളുമെല്ലാം കൂട്ടബലാത്സംഗ പ്രിയരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടബലാത്സംഗം ആസ്വദിക്കുന്നവരാണ്, അതുകൊണ്ട് അവരാരും പരാതി കൊടുക്കില്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ ഒരു റേപ്പിസ്റ്റിൻ്റെ സ്വഭാവത്തോടു കൂടി ഒരു വാചകം പറയുന്നതും ആ പെൺകുട്ടികളെല്ലാവരും കൂട്ടബലാത്സംഗം ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന അത്യന്തം നീചവും നിന്ദ്യവുമായ വാചകം പറഞ്ഞയാളും CJPയുടെ പ്രതിഷേധവേളയിൽ ഞാനായിരുന്നുവെങ്കിൽ അവിടേക്കെത്തി മുഴുവൻ ചെറുപ്പക്കാരെയും കർഫ്യൂ പ്രഖ്യാപിച്ച് വെടിവെച്ച് ആ ശവങ്ങൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്ന് പറയുന്ന TG മോഹൻദാസ് ഒരു ഭാഗത്ത്, തന്നെ അന്യായമായി കേസിൽ കുടുക്കിയ CI ഉദ്യോഗസ്ഥനെതിരെ അസഭ്യവർഷവും ഞാൻ ഇറങ്ങിയാൽ താങ്കളെ കണ്ടോളാം എന്ന മട്ടിലുള്ള ഭീഷണി ഉയർത്തുന്ന ഒരു റൗഡി എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരാൾ മറ്റൊരു വശത്തും നിൽക്കുന്നു. ഇവരിൽ ആരെയാണ് നിങ്ങൾ പിടിക്കാൻ തിടുക്കം കാണിച്ചത്? ആരുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നീക്കം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ നിശ്ചയമായും പറയുന്നു, അർജുൻ ആയങ്കിയെ പിടിച്ചതിന് പോലീസിന് ഒരു വലിയ ക്രെഡിറ്റും സല്യൂട്ടും തന്നെയുണ്ട്. കാരണം അർജുൻ ആയങ്കി ഇതുവഴി ചെയ്യാൻ ശ്രമിച്ചത്, അർജുൻ ആയങ്കി വെല്ലുവിളിച്ചത് പോലീസിനെ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസുരക്ഷയാണ്, പൊതുസമൂഹത്തെയാണ്. നമ്മൾ ആരും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ മറുഭാഗത്ത് 11 ദിവസം എന്തുകൊണ്ട് TG മോഹൻദാസിനെ തൊടാൻ വൈകി എന്നുള്ള വളരെ വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്.
അപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത് തന്നെയാണ്, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പൊതുബോധ നിർമ്മിതിയിൽ TG മോഹൻദാസിനേക്കാൾ വലിയ അപകടകരമായ വ്യക്തിയായിട്ട് അർജുൻ ആയങ്കി മാറുന്നു. ഓർമ്മിക്കണം, ഈ കേസ് വരുന്നത് വരെ മറ്റ് 4 കേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അർജുൻ ആയങ്കിക്ക്. പക്ഷേ അതിലുണ്ടായിരുന്ന ഗൗരവമേറിയ ഒരു കേസ് എന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കൽ കേസാണ്. ആ കേസോടുകൂടിയാണ് സംഘടനയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതും. എങ്ങനെയാണ് ഇയാളൊരു CPM പ്രൊഫൈൽ ഇയാൾക്ക് ലഭിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത്, ജില്ലാ കമ്മിറ്റി 2021 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സൈബർ പ്രചരണത്തിനു വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ട DYFI പ്രവർത്തകർ ഒരാളായിരുന്നു ഇയാൾ ആ പഴുതുപയോഗിച്ചുകൊണ്ടാണ് ചില നേതാക്കളുടെയൊക്കെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും പിന്നീട് ആ രീതിയിൽ പരസ്പരം മല്ലയുദ്ധം നടത്തുന്ന സൈബർ പോരാളിയായിട്ട് മാറുകയും ചെയ്തത്. അങ്ങനെയുള്ള നിരവധി ആളുകൾ ഇപ്പോഴുണ്ട്. ഇന്നിപ്പോൾ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു നേതാവിൻ്റെ പേര് നിഖിൽ പൈലി എന്നാണ്. നിഖിൽ പൈലി ഒരു കുത്തുകേസിലെ പ്രതിയാണ്, ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. ധീരജിൻ്റെ ചങ്കിലേക്ക് കത്തി കുത്തിക്കയറ്റിയ കേസിലെ പ്രതിയായ ധീരജ് ഇന്നിപ്പോൾ DCC അംഗമാണ്. ഇടുക്കിയിലെ DCC അംഗമായി ഈ പൈലിയെ, ധീരജ് വധക്കേസിലെ പ്രതി നിഖിൽ പൈലിയെ DCCയുടെ അംഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ അർജുൻ ആയങ്കി 2023 ശേഷം ഒരു സംഘടനയിലോ CPMൻ്റെ ഒരു ഔദ്യോഗികമായ ഭാഗത്തോ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കൊലപാതക കേസിലെ പ്രതിയായ നിഖിൽ പൈലി DCC അംഗമാണ് എന്ന് ഓർമ്മിക്കണം. മാത്രമല്ല, ആഭ്യന്തര വകുപ്പിൽ 3 ലൈംഗിക കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട ഒരു മുൻ MLA, യുവാവായ ഒരു കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് തന്നെ പുറത്താക്കിയ ഒരു നേതാവ് ആഭ്യന്തര വകുപ്പിൽ കയറിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നീക്കുന്നുണ്ടെന്ന മറ്റുള്ള ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അയാൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിലെത്തി എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിച്ചു. ഇപ്പോഴും ആഭ്യന്തര വകുപ്പിലെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരു അംഗം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കമൻറ്റുകൾക്ക് മറുപടി നൽകിക്കൊണ്ട് പ്രോത്സാഹനം നൽകുന്നു എന്ന മട്ടിലുള്ള വിമർശനവുമുണ്ട്. ഇത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുന്നുവെന്ന് മാത്രം. ഇത്തരത്തിലൊരു ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്തത് നല്ല കാര്യം, TG മോഹൻദാസിനെ 10 ദിവസം അറസ്റ്റ് ചെയ്തതും നല്ല കാര്യം. ഇത് രണ്ടും ചേർന്ന് സൃഷ്ടിക്കുന്നൊരു ബോധമുണ്ട്. ഗുണ്ടകളെ വളരാൻ അനുവദിക്കില്ല. നിങ്ങൾ വർഗീയമായ വിഷജീവികളാണെങ്കിൽ, വർഗീയ വിഷലിപ്തമായിട്ടുള്ള മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഈ സമൂഹത്തിൽ അഴിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന പോസിറ്റീവ് മെസ്സേജ് നൽകുന്നു എന്നുള്ളതിൽ ഞാൻ ആഭ്യന്തര വകുപ്പിനെ അനുമോദിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി, അതിനെ പ്രചരിപ്പിക്കുന്ന രീതിയിലും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് P. വിജയൻ ഒരു കഴിവുറ്റ ഉദ്യോഗസ്ഥനാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ P. വിജയൻ ഇന്ന് പറഞ്ഞു പോകുന്നൊരു വാചകം ഇതാണ്: അർജുൻ ആയങ്കിയുടെ പോസ്റ്റിൽ വന്ന് ലൈക്ക് അടിക്കുന്നവരെയും ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്കിന് കമൻ്റ് അടിക്കുന്നവരെ നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടോ സാർ? TG മോഹൻദാസിൻ്റെ ഈ വിഷലിപ്തമായ കമൻറ്റുകൾ, ഈ വിഷലിപ്തമായിട്ടുള്ള പ്രചരണത്തിൻ്റെ പിന്നിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നതും കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള സ്ത്രീ വിരുദ്ധവും മതേതര വിരുദ്ധവുമായിട്ടുള്ള കമൻറ്റുകൾ പറയുന്നവരെ നിരീക്ഷിക്കുന്നുണ്ടോ സാർ? അങ്ങനെ നിരീക്ഷിക്കുന്നില്ലെങ്കിൽ ഈ അർജുൻ ആയങ്കിയുടെ കമൻറ്റുകളെ ഇട്ടിരിക്കുന്ന ആളുകളെ നിരീക്ഷിക്കാൻ പറയാൻ ഒരു അവകാശവുമില്ല. അത് അവരുടെ അവകാശമാണ്. അവർ കമൻ്റ് ഇടുകയോ കമൻ്റ് ഇടാതിരിക്കുകയൊക്കെ ചെയ്യും. അത് അവരുടെ അഭിപ്രായ പ്രകടനമാണ്. പക്ഷേ ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകാത്തിടത്തോളം കാലം അവർ അണ്ടർ സർവൈലൻസിലാണ് എന്നൊരു നിർദ്ദേശം കൊടുക്കാൻ P. വിജയൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് കഴിയില്ല. അത് അങ്ങയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്ന ഒരുപക്ഷെ ആവേശം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കാം. ആ ഒരൊറ്റ ആവേശമാണ് ഇന്നിപ്പോൾ ഈ അർജുൻ ആയങ്കിയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം 80,000-ൽ നിന്ന് 1,29,000 ആക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൂടി കൂട്ടിച്ചേർത്ത് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ക്രിമിനലുകൾ കുരുങ്ങിയോ എന്ന ചോദ്യത്തിന് ക്രിമിനലുകൾ കുരുങ്ങി, അതിൽ ആഭ്യന്തര വകുപ്പിന് കയ്യടിയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു സിസ്റ്റത്തെയാണ് അർജുൻ ആയങ്കി വെല്ലുവിളിക്കാൻ ശ്രമിച്ചത്. പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് വെച്ചാൽ നാടിൻ്റെ ക്രമസമാധാന പ്രശ്നത്തെ വെല്ലുവിളിക്കുക എന്നത് തന്നെയാണ്. അത് നിസ്സാരമായി ഞാൻ കണക്കാക്കുന്നില്ല. പാർട്ടിയുമായി ബന്ധമില്ലെന്നവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ അരുൺകുമാർ, ഇപ്പം സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നത് അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തെയും വളരെ മൗലികമായ കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു ഇതാണ്. സിസ്റ്റം നമ്മളെ നിരീക്ഷിക്കുന്നു എന്നത് എല്ലാ കാലത്തും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. MR അജിത് കുമാറിൻ്റെ സമയത്ത് ഉയർത്തപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത്, നേരത്തെ ചോദിച്ച എങ്ങനെയാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അടക്കം പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അടക്കം പോലീസിന് അറിയാവുന്നതെന്ന്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഡോക്ടർ അരുൺകുമാർ, എന്താ അറിയുമോ? ഞാൻ അതിനെ തള്ളിക്കളയുന്നു. ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ നാട്ടിലെ പോലീസ് മുഴുവൻ വല വിരിച്ച് പരിശോധിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തി വാഹനം മാറിക്കയറണമെന്ന് തോന്നിയ മൊമെൻറ്റിൽ അവിടെ ഒരു വാഹനം എത്തുകയാണ്. സഞ്ചരിക്കുന്ന വാഹനം മാറിക്കയറണമെന്ന് തോന്നുന്ന മൊമെൻറ്റിൽ അദ്ദേഹത്തിന് അവിടെ ഒരു വാഹനം എത്തുകയാണ്. കണ്ണൂരിൽ അദ്ദേഹം തളിപ്പറമ്പിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓട്ടോയിൽ കയറി ചെല്ലുന്നു. അവിടെ നെക്സൺ വാഹനം റെഡിയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് വളരെ സേഫായി പോയി അഭിഭാഷകരുടെ വീട്ടിലേക്ക് അടക്കം പോകാൻ കഴിയുന്നു. അപ്പോൾ ഇതൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ നെറ്റ്വർക്ക് ആരും വന്ന് കുമ്പസാരിക്കില്ല. ഈ നെറ്റ്വർക്ക് നിരീക്ഷിക്കാൻ മറ്റേ ഞാൻ പറഞ്ഞല്ലോ,
മറ്റേ ഞാൻ തള്ളി സഹായം കൊടുത്തവരെ പക്ഷെ അല്ല, ഈ സഹായം കൊടുക്കുന്നവരാരാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ ഇദ്ദേഹത്തിന് കാരണം ആകെ ആക്റ്റീവായിട്ടുള്ള എന്താ സമൂഹ മാധ്യമമാണ്. ഈ ക്രൗഡ് ഫണ്ടിങ് നടന്നത് എങ്ങനെയാ? ഇത് ആയെങ്കിടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്. 16,000 രൂപ കിട്ടിയത് സമൂഹ മാധ്യമത്തിലൂടെയാണ്. അപ്പൊ ഇത് കൊടുത്തത് ആരാണ്, എന്തിനാണ് ഇത് കൊടുത്തത്, എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആകെ ആക്റ്റീവായിട്ടുള്ളത് സമൂഹ മാധ്യമ പ്രൊഫൈലുകൾ മാത്രമായിരുന്നു. നിരീക്ഷിക്കുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സഹായം കൊടുത്തവരെ പോലീസ് പിടിക്കുന്നത് പോലെയല്ല, നിങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഒരാളുടെ കമൻറ്റിന് ലൈക്ക് ഇടുകയോ അതിന് മറുപടി പറയുകയോ ചെയ്താൽ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര ദിവസമാണ് ഒളിവിൽ കഴിഞ്ഞത്? എത്ര നാളുകളാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയത്തിട്ട കമൻറ്റിന് പോസ്റ്റ് അടിക്കുന്നവരെ ലൈക്ക് അടിക്കുന്നവരെ എങ്ങനെ പിടിക്കുക? ഞാൻ അത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ ആകെ നിരീക്ഷിക്കാൻ പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്ന സഹായം നൽകിയവരെ കൃത്യമായി ആരാണോ സഹായം നൽകിയത് അവരെ പോലീസ് പിടിക്കുക, പോലീസ് നിരീക്ഷിക്കുക, അതിലൊന്നും നമുക്ക് തലക്കാനുള്ള കാര്യമില്ല. പക്ഷെ ഇതുകൂടി പറഞ്ഞത് ഇത്തിരി ഓവറായി പോയില്ലേ എന്നതാണ് എൻ്റെ സംശയം. Meet the editors.